ദൈവം നിന്നോട് കൂടെയുണ്ട്. നിന്റെ കുടുംബത്തിൽ ദൈവ സാന്നിധ്യമുണ്ട്. നിന്റെ തലമുറയിൽ ദൈവ സാന്നിധ്യമുണ്ട്. അരുളപ്പാട് കേൾക്കുന്ന, അരുളപ്പാടിനനുസരിച്ച് ജീവിക്കുന്ന ഏതൊരു വ്യക്തിയോട് കൂടെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ചില ശത്രുമണ്ഡലങ്ങളെ പൊളിക്കാൻ, ചില ശത്രുമണ്ഡലങ്ങളെ ഇടിക്കാൻ, ചിലതിനെയൊക്കെ നിർമൂലമാക്കാൻ, ചിലതിനെയൊക്കെ പൊളിക്കാൻ, ചിലതിനെയൊക്കെ വരുവാൻ ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ കൂടെയുണ്ടെന്ന് ഇവരുടെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ വ്യക്തമാക്കുകയാണ്. ഇരമ്യാവേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട് ഇന്ന് പകർത്താറ് ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് പറയുന്നു. സഹോദര, നിന്റെ കൂടെ ദൈവമുണ്ട്. സഹോദരി, നിന്റെ കൂടെ ദൈവമുണ്ട്. ഓ മാതാവേ, പിതാവേ, കുഞ്ഞുങ്ങളെ, ദൈവം നിന്റെ കൂടെയുണ്ട്. നിന്റെ ശത്രുമണ്ഡലങ്ങളെ പൊളിക്കാൻ, നിനക്കെതിരായി നിൽക്കുന്ന, നിന്റെ കുടുംബത്തിനെതിരായി നിൽക്കുന്ന, നിന്റെ ഉയർച്ചക്കെതിരായി, നിന്റെ നന്മയ്ക്കെതിരായി, നിന്റെ വിടുതല തടസ്സമായി, നിന്റെ വാഗ്ദത്തങ്ങൾക്ക് തടസ്സമായി വെല്ലുവിളിച്ച് അവകാശം പറയുന്ന ആധിപത്യങ്ങളെ പൊളിക്കാൻ ദൈവത്തിന്റെ സാന്നിധ്യത്താൽ ചില ശത്രുമണ്ഡലങ്ങളെ പൊളിച്ച് ചില എഴുന്നേറ്റ് വരും. ചില ശത്രുമണ്ഡലങ്ങളെ പൊളിച്ച് ചില മന്ത്രവാദ ശക്തികളെ, ആവികാര ശക്തികളെ, ചില നേർച്ചകാഴ്ച ശക്തികളെ, കുടുംബങ്ങളെ തകർക്കുമെന്ന് കുടിക്കുമെന്ന് വെല്ലുവിളിക്കുന്ന ചില ശത്രുമണ്ഡലങ്ങളെ ജയിക്കാൻ, അതിനെ പൊളിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ കൂടെ ഇരിക്കുമെന്ന്, നീ എഴുന്നേറ്റ് വരുമെന്ന്, ചിലതിനൊക്കെ പൊളിച്ചെടുക്കുമെന്ന് ഇതുവരെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ വ്യക്തമാക്കുകയാണ്. വിശ്വസിച്ചു, ദൈവത്തിന്റെ കൂടെ ഉണ്ടായി. ചിലതിനെ നീ ജയിച്ചു പുറത്തു വരും.